ഹലോ ഗൈസ്, എല്ലാവരും നമസ്കാരം. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾ ക്യാപ്ഷൻ കണ്ട പോലെ തന്നെയാണ് എൻ്റെ കുടുംബത്തെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. പിന്നെ ആദ്യമായിട്ട് ഇതാണ് എൻ്റെ ഭാര്യയുടെ പേര് ബൽക്കീസ് എന്നാണ്. കാസർഗോഡ് കാഞ്ഞങ്ങാടാണ് വീട് കേട്ടോ. ഇതാണ് എൻ്റെ കുഞ്ഞു മോൻ റിയാനേ, റിയാന്റെ വീഡിയോ ഞാനേ നമ്മുടെ മാസിന്റെ ചാനൽ ഇട്ടിട്ടുണ്ട്. മാസി ഇവിടെ ഉണ്ട്. പക്ഷെ മാസി ആരോടോ ദേഷ്യം പിടിച്ചിട്ടുള്ളത്, സീറ്റിന്റെ ബാക്കിൽ ഒളിച്ചേക്കുന്നുണ്ട്. അതാണ് ദേഷ്യം പിടിച്ചിട്ടുള്ളത്. മാസിന്റെ യൂട്യൂബ് ചാനൽ ഉണ്ട്, മാസി ഷാക്കിർ എന്ന് പറഞ്ഞിട്ട്. അതിൽ ഇവർ രണ്ടുപേരും വീഡിയോസ് കുറച്ച് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇനി കാര്യത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ കേട്ടോ, മറന്നു പോരുത്. കാരണം നമ്മുടെ കേരള ടു യൂറോപ്പ് ട്രിപ്പിന്റെ വീഡിയോസ് ഒക്കെ വരുന്നുണ്ട്, തുടർ ദിവസങ്ങൾ വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ആ സമയത്ത് ഒരുപാട് വീഡിയോസ് കാണാൻ പറ്റും. അപ്പോൾ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കേട്ടോ. അതിന് പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല കേട്ടോ. അപ്പം ഓക്കെ, കാര്യത്തിൽ കിടക്കാം. ഒരുപാട് ആൾക്കാർ എന്നോട് കമന്റ് ബോക്സിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്തുകൊണ്ടാണ് ഞാൻ എൻ്റെ വൈഫിനെ വീഡിയോയിൽ ആഡ് ചെയ്യാത്തത്. അതുപോലെ പലരും പറയുന്നുണ്ട്, ഷക്കീർ ബ്രോ നിങ്ങൾ വൈഫിനെയും കൂടി ട്രാവൽ ചെയ്യും, ഒറ്റയ്ക്ക് മാത്രം ട്രാവൽ ചെയ്താൽ മാത്രം മതിയോ എന്നുള്ളത്. അപ്പോൾ അതിനുള്ള ഉത്തരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് പറയാനുള്ളത്, ഞാനും എൻ്റെ വൈഫും ഒരുപാട് യാത്രകൾ ചെയ്യാറുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, ഞാനൊരു യാത്ര ചെയ്യുന്ന ആളാണ്. അതുപോലെ പക്ഷേ ഫാമിലി ആയിട്ടും സിംഗിളായിട്ടൊക്കെ യാത്ര ചെയ്യുന്നുണ്ട്. ഇപ്പം വൈഫിനെയും കൂടി യാത്ര ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങളോട് സംസാരിക്കുന്ന നിമിഷം വരെ ഞങ്ങൾ റോഡിലുള്ളത് നല്ലൊരു മഴയും കൊണ്ട് ഞങ്ങളിങ്ങനെ എൻജോയ് ചെയ്തിട്ട് പോകുന്നുണ്ട്. അതിൽ എന്താണ് സംഭവം എന്ന് വെച്ചാൽ, ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഒരിക്കലും ഞാൻ ക്യാമറ എടുത്ത് പോകാറില്ല. അപ്പം എൻ്റെ യാത്രകൾ നിങ്ങൾ അറിയുന്നത് ഞാൻ ക്യാമറയിൽ അത് ഷൂട്ട് ചെയ്തിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോഴാണ്. പക്ഷേ ഞാൻ വൈഫുമായിട്ട് യാത്ര ചെയ്യുമ്പോൾ ഒരിക്കലും ഞാൻ ക്യാമറ എടുക്കാറില്ല. നമുക്ക് നമ്മുടേതായ പ്രൈവസി ഉണ്ട്. ഞങ്ങൾ ഒരു സ്ഥലത്ത് പോകുന്നു, നമ്മൾ എൻജോയ് ചെയ്യുന്നു, ഫുഡ് കഴിക്കുന്നു, ഉമ്മയുണ്ടെങ്കിൽ ഉമ്മയുണ്ടാവും, മാസി ഞാൻ വൈഫ് ഒക്കെ ഉണ്ടാവും. ഞാനൊക്കെ ഒരു ക്യാമറ എടുത്ത് പോകാറില്ല. അതുകൊണ്ടാണ് നിങ്ങൾ അറിയാത്തത്. അപ്പം നമ്മുടെ സ്വകാര്യ നിമിഷങ്ങൾ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നമ്മുടെ സ്വകാര്യ നിമിഷങ്ങൾ നമ്മൾ ഒരിക്കലും മറ്റുള്ളവർക്ക് മുമ്പ് ഒരു കാണിച്ച്, അല്ലെങ്കിൽ അതിനോട് എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല കേട്ടോ. തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫാമിലിയായിട്ടൊക്കെ പുറത്തു പോകുമ്പോൾ നിങ്ങൾക്കൊക്കെ വ്ളോഗ് ചെയ്യാം. അതൊക്കെ നിങ്ങൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം. വളരെ നല്ലൊരു കാര്യമാണ്. കാരണം കുടുംബമായിട്ടിരുന്ന് കാണുന്നവർക്കൊക്കെ വലിയൊരു രസമായിരിക്കും. പക്ഷേ പേഴ്സണലി എനിക്ക് അതിനോട് താല്പര്യമില്ല കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാത്തത്. അപ്പം എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചാൽ അതിനാണ് രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരമുണ്ട്. എന്തുകൊണ്ടാണ് വൈഫ് വീഡിയോയുടെ മുമ്പിൽ വരാത്തത്? അപ്പം അതിനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാലോ, സിമ്പിളാണ്. ഇവളെ കണ്ടാൽ തന്നെ തന്നെയൊക്കെ അറിയാം അവളുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ്. അവളെന്ന് വെച്ചാൽ കുറച്ച് റിലീജിയസ് ആയ ടൈപ്പാണ്. ഞാൻ തികച്ചും ഓപ്പോസിറ്റും. എന്ന് വെച്ചാൽ ഹൽവ മത്തിക്കറി എന്ന് പറയുന്നതാണ് ഞങ്ങളുടെ കോമ്പിനേഷൻ. അവളെന്താണോ റിലീജിയന്റെ കാര്യത്തിൽ അവൾ എന്താണോ അതിന് തികച്ചും ഓപ്പോസിറ്റാണ് എൻ്റെ ലൈഫ് സ്റ്റൈൽ. മനസ്സിലായോ? ഞാൻ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ആണ് നിങ്ങൾക്കറിയാം, ഗേൾ ഫ്രണ്ട്സും അത് ഒരുപാട് എൻജോയ് ചെയ്യുന്ന, അടിച്ചു പൊളിക്കുന്ന, അല്ലെങ്കിൽ എല്ലാ തരത്തിലും എൻജോയ് ചെയ്യുന്ന ഒരു ടൈപ്പിലാണ് എൻ്റെ ലൈഫ് സ്റ്റൈൽ. പക്ഷേ അവരങ്ങനെയല്ല, അവർ കുറച്ച് റിലീജിയസ്ലി അങ്ങനെയാണ്. ഇപ്പം അവരുടെ വസ്ത്രധാരണം തന്നെ മുഖം മറിച്ച് നെക്കാമൊക്കെ ഇട്ടും ഫർദയൊക്കെ ഇട്ടാണ് പുറത്തിറങ്ങുന്നത്. അപ്പം അതിനെ എനിക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാരണം എല്ലാ വ്യക്തികൾക്കും അവരുടെ സ്വാതന്ത്ര്യം. ഒരു സ്ത്രീക്ക് വസ്ത്രം ധരിക്കാതെ പുറത്തിറങ്ങാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ അതേ രാജ്യത്ത് ഒരു സ്ത്രീക്ക് എന്ത് വസ്ത്രം ധരിച്ചോ, മുഖം മറിച്ചിട്ടോ തല മറിച്ചിട്ടോ വസ്ത്രം ധരിച്ച് പുറത്തിറങ്ങാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നമ്മൾക്കതിൽ ഇടപെടാൻ അവകാശമില്ല. ഓരോ വ്യക്തികൾക്കും അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട്. കല്യാണം കഴിഞ്ഞു എന്ന് വെച്ചിട്ട് ആരും നമ്മളെ ജയിലിലിട്ട് പോലെ കാണണ്ട. ഭർത്താവിന്റെ സ്വാതന്ത്ര്യം, ഭാര്യയ്ക്ക് ഭാര്യയുടെ സ്വാതന്ത്ര്യം. എനിക്കിപ്പോൾ വേണമെങ്കിൽ എൻ്റെ ലൈഫ് സ്റ്റൈൽ എനിക്ക് ജീവിക്കാം. ഞാനിപ്പോൾ ജീവിക്കുന്നുണ്ട്. അവൾ ആ സ്വാതന്ത്ര്യത്തിൽ അവൾ കൈകടത്തുന്നില്ല. അതുപോലെ തന്നെ അവളുടെ ലൈഫ് സ്റ്റൈലിൽ അവൾക്ക് ക്യാമറയ്ക്ക് മുമ്പിൽ വരാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ അവൾക്ക് റിലീജിയസ്ലിയാണ് അവളുടെ ജീവിതം, അവളുടെ വസ്ത്രധാരണമാണ് അവൾക്ക് വലുത് എന്നുണ്ടെങ്കിൽ ഓക്കെ, അത് അവളുടെ സ്വാതന്ത്ര്യം. ഞാനതിൽ കൈകടത്തേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് അവൾ എൻ്റെ വീഡിയോയിൽ വരാത്തതും. അതല്ലാതെ ഞാൻ അവൾക്ക് വരാൻ താല്പര്യമുണ്ട്, ഞാൻ അവളെ പിടിച്ചു വലിച്ച് വേണ്ട ഒഴിവാക്കുന്നത് അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഇപ്പോഴും ഞാൻ അവളോട് പറയുന്നത്, ഈ ക്യാമറ എന്നെ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോഴും അവൾക്ക് എൻ്റെ കൂടെ വ്ളോഗിൽ വരാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ കൂട്ടിയിട്ട് പോകും. ഞാൻ പോകുന്ന സ്ഥലത്ത് അവൾക്ക് വരാൻ താല്പര്യമുണ്ട്, ഞാൻ ക്യാമറ ഓൺ ആക്കും. കാരണം അത് അവളുടെ ഇഷ്ടമാണ്. അവൾക്ക് താല്പര്യമില്ല, പിന്നെ ക്യാമറ ഓൺ ആക്കാൻ എനിക്ക് പറ്റില്ല. ഇതാണ് സംഭവം. പിന്നെ ചിലർ ഭയങ്കര റിലീജിയസിൽ ഭയങ്കര നെഗറ്റീവ് കമൻ്റ് ഒക്കെ പറയുന്നുണ്ട്. നീ പിന്നെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട്, ഭാര്യയെ റൂമിനുള്ളിൽ കെട്ടിപ്പൂട്ടി വെച്ചവനെന്നൊക്കെ പറഞ്ഞിട്ട്. പേഴ്സണലി ആ ഒരു ടൈപ്പ് അല്ല ഞാനൊരു പൊട്ടക്കിണക്കിലെ തവളയല്ല. ഒരു സ്ത്രീ എന്തായിരിക്കണം എന്ന് എനിക്ക് നല്ലോണം അറിയാം. ഒരു സ്ത്രീയെ എങ്ങനെ നോക്കണം എന്ന് എനിക്ക് നല്ലോണം അറിയാം. അതല്ലാതെ നിങ്ങൾ ഈ നാട്ടിൽ കാണുന്ന ടൈപ്പ് ആൾക്കാരോട് എന്നെ കമ്പയർ ചെയ്യരുത് കേട്ടോ. എൻ്റെ ഭാര്യയ്ക്ക് അവളുടെ എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. ആ ഒരു റൈഡർ ഗേൾ വിശാഖൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ പറഞ്ഞു, നിന്റെ വൈഫിനെ നീ ഇങ്ങനെ ബൈക്കിൽ കയറ്റി വിടും. അവൾക്കിപ്പം ലഡാക്കിലേക്ക് ബൈക്ക് എടുത്ത് പോകണം താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ പഠിപ്പിച്ചു കൊടുത്ത് ഞാൻ വിടും. അതിലെന്ത് തെറ്റ്? അവളുടെ ഇഷ്ടമല്ലേ, അവളുടെ സന്തോഷമല്ലേ എനിക്ക് വിലയും. ഈവൻ ആ വിശാഖയും ഇവളും തമ്മിൽ വീഡിയോ കോളൊക്കെ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ വീഡിയോ കോളൊക്കെ ചെയ്ത് സംസാരിക്കുന്നുണ്ട്. അവൾ എൻ്റെ ഫ്രണ്ടാന്ന് ഇവക്കും അറിയാം,
എല്ലാവർക്കും അറിയാം. പക്ഷേങ്കിൽ വീഡിയോ കാണുന്ന ആൾക്കാർ ഇപ്പോഴും വിചാരം ഞാനും വിശാഖയും തമ്മിൽ എന്തോ അവിഹിത ബന്ധമുണ്ട് എന്നാണ്. നീ നിന്റെ ഭാര്യയെ പറ്റിച്ചിട്ട് വേറെ ഒത്തിൻ്റെ ഒപ്പം പോകാൻ തെറ്റാണെന്നല്ലോ ചിരി വരെ എനിക്ക് കമന്റ് കാണുമ്പോൾ. പക്ഷെ അവരെ കുറ്റം പറയാൻ പറ്റില്ല കേട്ടോ. ജനിച്ച് വളർന്ന സാഹചര്യമാണ് ഒരു മനുഷ്യന്റെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്. നിങ്ങളിപ്പം കേരളത്തിലെ ഒരു ജില്ലയിലെ ഏതെങ്കിലും ഒരു മൂലയിൽ ജനിച്ച നിങ്ങളുടെ ചുറ്റുപാടും ഒരു പ്രത്യേക മതവിശ്വാസമോ അല്ലെങ്കിൽ പ്രത്യേക ആചാരത്തിന് നടുവിൽ നിങ്ങൾ ജീവിച്ചാൽ അതാണ് വലുത്, അല്ല അതാണ് ജീവിതം എന്ന് നിങ്ങൾക്ക് തോന്നും. അപ്പം നിങ്ങൾ പുറത്ത് നടക്കുന്ന കാഴ്ചകൾ, മറ്റുള്ളവർ ചെയ്യുന്ന പ്രവൃത്തികൾ തെറ്റായിട്ട് നിങ്ങൾക്ക് തോന്നും. അതിലൊരിക്കലും നിങ്ങളെ കുറ്റം പറയാൻ പറ്റില്ല. നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ തലച്ചോറും അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോയതുകൊണ്ടാണ്. അതിൽ നിന്നൊക്കെ മാറ്റങ്ങൾ വരണമെന്നുണ്ടെങ്കിൽ സ്കൂൾ വിദ്യാഭ്യാസം കൊണ്ട് മാത്രം നടക്കുന്ന എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ ട്രാവൽ ചെയ്യണം, എന്തായാലും നിങ്ങൾ യാത്ര ചെയ്യണം. മറ്റ് മനുഷ്യരുടെ ജീവിത രീതി നിങ്ങൾ കാണും. നമ്മൾ മാത്രമല്ല ജീവിക്കുന്നത്, ലോകത്ത് ഒരുപാട് ആൾക്കാർ ജീവിക്കുന്നുണ്ട്. അവരുടെ ജീവിത രീതി എങ്ങനെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു മനുഷ്യനാകാൻ പറ്റും. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു മനുഷ്യനാകാൻ പറ്റും. പിന്നെ വേറെ കാര്യത്തിൽ കൂടി നമുക്ക് ജീവിതം പഠിക്കാൻ പറ്റും കേട്ടോ. നമ്മളൊരു പരാജയം ജീവിതത്തിൽ സംഭവിക്കണം. അറിയാലോ, എൻ്റെ ജീവിതത്തിൽ ഞാൻ വലിയൊരു പരാജയം ഉണ്ടായ ഒരു വ്യക്തിയാണ്. ഒരുപക്ഷെ അതിന് മുമ്പുള്ള ഞാനും അതിനുള്ള ശേഷമുള്ള ഞാനും ഒരുപാട് മാറിയിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങളിൽ ഒരുവനായിരിക്കാം, ഞാനിപ്പോൾ പറഞ്ഞ ഒരു ഗണത്തിൽപ്പെട്ടവനായിരിക്കാം അതിന് മുമ്പ് ഞാൻ. പക്ഷേങ്കിൽ അതിലൂടെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ജീവിതം എന്താണെന്ന് അറിയാൻ പറ്റി. അതിന് മുമ്പും യാത്രകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ആ സമയത്തും യാത്രകൾ ചെയ്തിട്ടുണ്ടായിട്ട് കൂടെ ഞാനൊരു പൊട്ടക്കിണറ്റിലെ തവളയായിരുന്നു. പക്ഷെ പിന്നീടാണ് ജീവിതം എന്താണെന്ന് എനിക്ക് മനസ്സിലായത്. അതിന് ഒരു കാര്യം കൂടി പറയാൻ കേട്ടോ. കാരണം ചെറിയൊരു സംഭവം എന്നാണ് എൻ്റെ ലൈഫിൽ ഇൻസിഡൻ്റ് ആണ്. പിന്നെ എൻ്റെ 16ാമത്തെ വയസ്സിൽ എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മാൻ്റെ ഇത്താൻ്റെ മകൻ അവനെന്ത് ചെയ്തു, സൗദിയിലേക്ക് എങ്ങാണ്ട് ഗൾഫിലേക്ക് പോകുമ്പോൾ, പിന്നെ അറിയാമല്ലോ പണ്ട് കാലത്തൊക്കെ ഗൾഫിൽ പോകുമ്പോൾ കുടുംബക്കാരൊക്കെ ഒത്തുകൂടും, പന്തലൊക്കെ കിട്ടും, ബിരിയാണിയൊക്കെ വെക്കും. കാരണം അങ്ങനെയാണ് പഴയ കാലത്തൊക്കെ. അങ്ങനെ അവനെ കൊണ്ടാക്കാൻ വേണ്ടി കോഴിക്കോട് എയർപോർട്ടിലേക്ക് പോകാൻ വേണ്ടി വണ്ടിയൊക്കെ റെഡിയായി വന്നു. അപ്പം എല്ലാവരും കയറിയിരുന്നു. ഞാൻ ഉമ്മാട് സമ്മതം വാങ്ങിയിട്ട് ഞാനും കയറിയിരുന്നു. കാരണം എനിക്ക് എയർപോർട്ട് കാണണം, വിമാനം കാണണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. 16 വയസ്സ് ആ സമയത്താണ്, 15-16 വയസ്സ് സമയത്ത് ഞാനും വണ്ടി കയറിയിരുന്നു. പക്ഷേ എന്നെ ആ വണ്ടിയിൽ നിന്ന് പിടിച്ച് പുറത്താക്കി. എന്നോട് പറഞ്ഞു പിന്നെ നീ വേണ്ട എന്നൊക്കെ പറഞ്ഞു. എൻ്റെ കുടുംബക്കാർ തന്നെ കേൾക്കുന്നില്ല ഞാൻ പറഞ്ഞത്. ഓനാ ഷാക്കിറ, ഓനൊന്നും വേണ്ടേ, ഓനെ വണ്ടിയിൽ നിന്ന് പിടിച്ച് പുറത്താക്കിയേ. സത്യം അങ്ങനെ പറയുന്നത് എൻ്റെ ചെവി കൊണ്ടും കേട്ടിട്ടുണ്ട്. അങ്ങനെ അവർ എന്നെ വണ്ടിയിൽ നിന്ന് പുറത്താക്കി. എനിക്ക് ഒരുപാട് സങ്കടം വന്നു. ഞാൻ ചെറിയ കാര്യമൊക്കെ ചെയ്ത് ഉമ്മാൻ്റെ അടുത്ത് പോയി നിന്നു. ആ സമയത്തിൽ ഏജല്ലേ. അപ്പം ഞാൻ ഉമ്മാട് പറഞ്ഞു, ഉമ്മ ഇനി ഞാൻ വിമാനം കാണുന്നത് ഞാൻ ഫ്ലൈറ്റിൽ കയറുമ്പോൾ മാത്രം മതി. ഞാൻ യാത്ര ചെയ്യുമ്പോൾ അല്ലാതെ ഇനി ആര് ഗൾഫിൽ നിന്ന് വന്നാലോ പോവാനോ ഞാൻ പോയില്ല, കൂട്ടാനോ കൊണ്ടാക്കാനോ ഞാൻ പോയില്ല എന്ന് പറഞ്ഞു. എൻ്റെ ഉപ്പ ആ സമയത്ത് സൗദിയിലാണ് വർക്ക് ചെയ്തിരുന്നത്. ഉപ്പ അങ്ങനെ കൊല്ലത്തിൽ ഒരു തവണയൊക്കെ വരും. അപ്പം അതിനിടയിൽ 3 തവണ എങ്ങാണ്ട് ഉപ്പ വന്നിട്ട് പോയി. പക്ഷേങ്കിൽ ഞാൻ ഉപ്പാനെ കൂട്ടാനോ കൊണ്ടാക്കാനോ ഞാൻ പോയിട്ടില്ല. അങ്ങനെ എനിക്ക് 19 വയസ്സായപ്പം സൗദിയിലേക്കൊരു ഫ്രീ വിസ അറിയാലോ, നമ്മൾ പൈസ കൊടുത്തിട്ട് എത്ര 1.25 ലക്ഷം കൊടുത്തിട്ട് ഉപ്പ ഒരു വിസ സെറ്റാക്കി തന്നു. അന്നാണ് ഞാൻ ആദ്യമായിട്ട് വിമാനയാത്ര നടത്തിയത്. ഞാൻ അന്ന് ആദ്യമായിട്ട് എയർ ഇന്ത്യയിൽ കോഴിക്കോട് നിന്ന് റിയാദിലേക്ക് പറഞ്ഞു. അതായിരുന്നു എൻ്റെ ഫസ്റ്റ് യാത്ര. ആ യാത്രയിലാണ് ആദ്യമായിട്ട് എയർപോർട്ട് കണ്ടത്. അതിന് മുമ്പ് ഞാൻ പറഞ്ഞ ആ ഒരു 3 വർഷം കാലഘട്ടത്തിൽ ഞാൻ എയർപോർട്ടിൽ പോയിട്ടില്ല. ഇന്ന് ഏകദേശം ഒരു 82-83 തവണ ഞാൻ ഫ്ലൈ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ആരാണോ എന്നെ തള്ളിപ്പറഞ്ഞവർ അവരിപ്പോഴും വിമാനത്തിൽ കയറിയിട്ട് പോലും ഉണ്ടാവില്ല. സ്ത്രീകളായും തള്ളിപ്പറഞ്ഞവർ അവർ കയറിയിട്ടില്ല. കൊണ്ടാക്കാൻ പോയ വ്യക്തിയും ഇപ്പം പ്രവാസ ജീവിതം ഒഴിവാക്കിയെന്നാണ് ഞാൻ കേട്ടത്. കാരണം അങ്ങനെയാണ്. ഇപ്പം ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളൊന്ന് തലേദേശം തിരിഞ്ഞു നോക്കിയാൽ നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും ഉണ്ടോ, നിങ്ങൾ അവനെ റെസ്പെക്ട് ചെയ്യണം കേട്ടോ. അവൻ്റെ വസ്ത്രമോ അവൻ്റെ പിന്നെ ഒന്നും നിങ്ങൾ നോക്കാൻ പാടില്ല. കാരണം ഒരു വ്യക്തിയുടെ ജീവിതം മറിയാൻ നിമിഷങ്ങൾ മതി. നമ്മൾ കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ നിമിഷങ്ങൾ മതി. ഞാനും എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു നിലയിലെത്തിയത്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് കഷ്ടപ്പെട്ട് ഈ ഒരു നിലയിലെത്തിയത്. ഒരു നിലയിലെത്തി എന്ന് എനിക്ക് വിശ്വാസമുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞത് ഒരു നിലയിലെത്തി എന്നുള്ളത്. പിന്നെ എൻ്റെ ഈ ഒരു വിജയത്തിന് സത്യം പറഞ്ഞാൽ എൻ്റെ ഭാര്യ കാരണക്കാരായിട്ടുണ്ട് 199%. കാരണം ഒരു ഭർത്താവിൻ്റെ എല്ലാ വിജയത്തിനും പിന്നിൽ ഒരു സ്ത്രീ ഉണ്ടാവെന്ന് പറഞ്ഞു. അതൊരിക്കലും ബറക്കത്ത് റഹ്മത്ത് എന്നൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അതൊന്നും അല്ല എനിക്ക് ഉറപ്പാണ്. എങ്ങനെയാണോ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങളുടെ ഭാര്യ നിങ്ങളോട് പെരുമാറുന്നത്, എങ്ങനെയാണോ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ നിങ്ങളുടെ ഭാര്യ നിങ്ങളോട് പെരുമാറുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ തീരുമാനം എടുക്കുമ്പോൾ എങ്ങനെയാണോ നിങ്ങളുടെ ഭാര്യ പെരുമാറുന്നത്, അതുപോലെ ആയിരിക്കും നിങ്ങളുടെ ജീവിതം. ഞാനിപ്പം ചിലപ്പം ഇപ്പോഴും ഞാൻ രാത്രി 11 മണിക്ക് 12 മണിക്ക് എനിക്ക് കോള് വരും. ഞാൻ കോള് അറ്റൻഡ് ചെയ്ത് സംസാരിക്കുന്നത്. അപ്പം അവള് ആരാ ഇങ്ങനത്തെ ഒരു മൈൻഡോടുകൂടി കണ്ടു കഴിഞ്ഞാൽ എന്താവും, പിന്നെ നമ്മുടെ ലൈഫ് താറുമാറും. അപ്പം പരസ്പര വിശ്വാസവും നമ്മളെങ്ങനെയാണോ നമ്മുടെ പങ്കാളി എങ്ങനെയാണോ നമ്മളെ കെയർ ചെയ്യുന്നത്, അതുപോലെയായിരിക്കും നമ്മുടെ ജീവിതം. ഒന്ന് മാത്രം സിമ്പിളായിട്ടൊരു കാര്യം മാത്രം ആലോചിച്ചാൽ മതി. ഒരു ജീവിതമേ ഉള്ളൂ. നമ്മളത് വെറുതെ കലഹിച്ചിട്ടും അടി കഴിഞ്ഞിട്ട് തീർക്കാനുള്ളതല്ല. മരിച്ചാൽ പിന്നെ തീർന്നു. പിന്നെ സ്വർഗം നരകം അല്ലെങ്കിൽ അടുത്ത പുനർജന്മമൊക്കെ വേറെ.
ഇപ്പം ഷാക്കിർ എന്ന വ്യക്തിക്ക് ഒരു ജീവിതമേ ഉള്ളൂ ഈ ഭൂമിയിൽ. അപ്പോൾ ഈ ജീവിതം ഞാൻ എന്ത് ചെയ്യണം? സന്തോഷമായിട്ട് പോകാം. എൻ്റെ ലൈഫിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും എടുക്കാറില്ല. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഒഴിവാക്കി, ഞാൻ അവോയ്ഡ് ചെയ്യണം, ഞാൻ എടുക്കാറില്ല. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം. കഴിഞ്ഞ ഒരു വർഷം കല്യാണം കഴിഞ്ഞ് പിറ്റേ മാസമാണ് ഞാൻ ഇവിടെ നിന്ന് ഫസ്റ്റ് എൻ്റെ യാത്ര പൈസ ഇല്ലാതെ നേപ്പാൾ യാത്രക്ക് പോയത്. അന്ന് തന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത വ്യക്തിയാണ് എൻ്റെ കൂടെ ഇരിക്കുന്നത്. ഇപ്പം ഞാൻ ഈ ഒരു കേരള ടു യൂറോപ്പ് യാത്രക്ക് തയ്യാറെടുക്കുമ്പോഴും എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയും എൻ്റെ വൈഫാണ്. അതാണ് എൻ്റെ ഭാഗ്യം. ഒരു വ്യക്തിയുടെ എന്താ പറയുക, വിജയത്തിൻ്റെ പിറകിൽ ഒരു സ്ത്രീ ഉണ്ടാവും, ഇല്ലാന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. എൻ്റെ വിജയത്തിൻ്റെ പിന്നിലെ സ്ത്രീ ഇവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഒരാളുണ്ട് എൻ്റെ വീട്ടിൽ, എൻ്റെ ഉമ്മ. കാരണം എൻ്റെ ലൈഫിൽ ഞാൻ അത്രയും തകർച്ച നേരിട്ട സമയത്തും എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്ത ആൾ തന്നെയാണ് എൻ്റെ ഉമ്മ. ഈ രണ്ടുപേരും കേട്ടോ. അപ്പം വേറെ ഒന്നും പറയാനില്ല. പിന്നെ വേറെന്താ പറയാ, എനിക്കെന്താ പറയാണ്ടോ? ഹാപ്പി അല്ലേ റിയാനെ? ഹാപ്പി അല്ലേ റിയാൻ മോനെ? മാസി ഹാപ്പിയാണോ? മാസി ഹാപ്പിയാ? അതെ, ഇപ്പം സീറ്റിന്റെ മുകളിൽ കളിച്ചിട്ട് ഞാൻ വഴക്ക് പറഞ്ഞത് കേട്ടോ. അതിനാന്ന് ഹാപ്പി അല്ലാന്ന് പറഞ്ഞിട്ടിരിക്കുന്നത്. കുഴപ്പമില്ല, ഓനിക്കൊരു ചാനലുണ്ട് കേട്ടോ, മാസി ഷാക്കിർ എന്ന് പറഞ്ഞിട്ട്. ജസ്റ്റ് ഒന്ന് കയറി നോക്കണം, അവൻ്റെയും റിയാൻ്റെയും വീഡിയോസ് കളിയുണ്ട് കേട്ടോ. അപ്പം വേറെ ഒന്നും പറയാനില്ല. ശരി, അപ്പം ഞങ്ങളൊന്ന് കറങ്ങി അടിച്ചിട്ട് വരട്ടെ. പിന്നെ ഞങ്ങൾക്ക് ഇന്ന് ഞായറാഴ്ചയാണ്, കുറേ കറങ്ങാനുണ്ട്. കാരണം നാളെ എനിക്ക് 2-3 വർക്ക് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ചെറിയ ജോലിയൊക്കെ പുറത്തും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം നാളെ മുതൽ തിരക്കായിരിക്കും. ഞായറാഴ്ചയാണ് വെറുതെ ഇരിക്കുന്നത്. ശരി ഗൈസ്, എല്ലാവരോടും അടുത്ത എപ്പിസോഡിൽ കാണാം. വീഡിയോയുടെ അഭിപ്രായങ്ങൾ എന്നാൽ കമന്റ് ബോക്സിൽ പറയുക. കാരണം ഇതൊരു എൻ്റെ ലൈഫ് സ്റ്റൈലാണ്, എൻ്റെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് ആണ് നിങ്ങളോട് പറഞ്ഞത്. പലർക്കും പല വാചകങ്ങളും ഇഷ്ടപ്പെടണം എന്നില്ല. പക്ഷെങ്കിൽ ഇഷ്ടപ്പെട്ടാലില്ലെങ്കിൽ നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ കമന്റ് ബോക്സിൽ പറയാം കേട്ടോ. അടുത്ത എപ്പിസോഡിൽ കാണാം. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.